Good morning. Today we will discuss Fresnel diffraction. So, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫ്രാനോഫർ ഡൈഫ്രാക്ഷൻ ആണ്. ഫ്രാനോഫർ ഡൈഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഴ്സ് ഈസ് അറ്റ് ഇൻഫിനിറ്റി, ദെൻ സ്ക്രീൻ ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ആ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നത്. സോ ബേസിക്കലി നമുക്ക് ലാബിൽ ഇൻഫിനിറ്റി എന്നൊക്കെ പറയുന്നത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വാട്ട് വി ഡിഡ് ഈസ് ബേസിക്കലി വി നീഡ് എ പാരലൽ ബീം ഓഫ് ലൈറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോൺവെക്സ് ലെൻസ് എടുത്തു, അതിൻ്റെ ഫോക്കൽ പോയിന്റിൽ സോഴ്സ് വെച്ചു. ആ ലെൻസിൻ്റെ ലെഫ്റ്റിൽ ഫോക്കൽ പോയിന്റിൽ നമ്മൾ സോഴ്സ് വെച്ചു. അപ്പോൾ ആ ലെൻസും കടന്ന് റൈറ്റിലേക്ക് പോകും തോറും ലൈറ്റ് പാരലൽ ബീമായിട്ട് മാറും. ഫോക്കസിൽ വെച്ച് കഴിഞ്ഞാൽ ആൾ ദ റേസ് വിൽ ബി പാരലൽ, ലെൻസ് കടന്നു പോകുമ്പോൾ. ഓക്കെ, സോ ബേസിക്കലി ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസിൽ സോഴ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി ആ സോഴ്സിനെ നിങ്ങൾ ഇൻഫിനിറ്റിയിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അപ്പോൾ സ്ലിറ്റ് ആണെങ്കിൽ സ്ലിറ്റിൽ ഡൈഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് അപ്പുറത്ത് നമ്മൾ വേറൊരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് അതിൻ്റെ ഫോക്കൽ പോയിന്റിലാണ് നമ്മുടെ സ്ക്രീൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പാരലൽ റേസ് ആണ് മൊത്തം ഫോക്കൽ പോയിന്റിൽ കൺവേർജ് ചെയ്യുക. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഈ സ്ക്രീനിനെയും ഇൻഫിനിറ്റിയിലേക്ക് എടുത്തു. ഇതാണ് ഫ്രാനോഫർ ഡൈഫ്രാക്ഷനിൽ ചെയ്തത്. ഓക്കെ, ഇനി ഫ്രെനൽ ഡൈഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഐദർ സോഴ്സ് ഓർ സ്ക്രീൻ. ഓക്കെ, ഒന്നുകിൽ സോഴ്സ് അല്ലെങ്കിൽ സ്ക്രീന്, ഇല്ലെങ്കിൽ ഇത് രണ്ടും അറ്റ് ഫിക്സഡ് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ, ഇൻഫിനിറ്റിയിലല്ല. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ രണ്ടും പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ്. അങ്ങനത്തെ കേസ് ഓഫ് ഡൈഫ്രാക്ഷൻ നമ്മൾ വിളിക്കും ഫ്രെനൽ ഡൈഫ്രാക്ഷൻ. ഓക്കെ, സോ ദീസ് ആർ ദ ടു ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി ഏത് ഡൈഫ്രാക്ഷൻ ആണെങ്കിലും ഡൈഫ്രാക്ഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ വന്നിട്ട് ഹൈഗൻസ്-ഫ്രെനൽ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഹൈഗൻസ് പ്രിൻസിപ്പിൾ നമ്മൾ +2 പഠിച്ചിട്ടുണ്ടാവും. വേവ് പ്രൊപ്പഗേഷൻ്റെ കേസിൽ, ലൈറ്റ് പ്രൊപ്പഗേഷൻ്റെ കേസിൽ ഹൈഗൻസ് പ്രിൻസിപ്പിൾ നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ്, അത് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിലെന്താ പറയുന്നത് വെച്ചാൽ, സപ്പോസ് ഇഫ് ദർ ഇസ് എ സോഴ്സ് എസ് എന്ന് പറയുന്ന ഒരു സോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സോഴ്സ് ഓഫ് ലൈറ്റ്. അപ്പോൾ അവിടുന്ന് ലൈറ്റ് എല്ലാ ഡയറക്ഷനിലും യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. അതാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എസ് എന്ന് ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തു, ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എല്ലാ ഡയറക്ഷനിലും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു എൻവലപ്പ് എടുത്തു പോയി കഴിഞ്ഞാൽ ഒരു സ്ഫെറിക്കൽ ഷേപ്പുള്ള എൻവലപ്പ് ആയിരിക്കും. ആ ഒരു എൻവലപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേവ് ഫ്രണ്ട് എന്ന് പറയും. ഓക്കെ, അതായത് വേവ് ഫ്രണ്ട്. അപ്പോൾ ആ വേവ് ഫ്രണ്ടിൽ ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അങ്ങനെ സപ്പോസ് യു ഹാവ് എ വേവ് ഫ്രണ്ട്. ഞാൻ ആ ഫിഗറിൽ AB എന്ന് പറഞ്ഞിട്ടുള്ള വേവ് ഫ്രണ്ട് വരച്ചിട്ടുണ്ട്. അതിൽ ഓരോ പോയിന്റും, എവറി പോയിന്റ് വിൽ ആക്ട് ആസ് സോഴ്സ് ഫോർ ദ സെക്കൻഡറി വേവ്ലെറ്റ്. ഓക്കെ, അപ്പോൾ അതിലെ ഓരോ പോയിന്റിലും, വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും ദാറ്റ് വിൽ ആക്ട് ആസ് സോഴ്സ് ആസ് ഫോർ സെക്കൻഡറി വേവ്ലെറ്റ്സ്. ഓക്കെ, അപ്പോൾ ഓരോ പോയിന്റിൽ നിന്നും സെക്കൻഡറി വേവ്ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. ആ സെക്കൻഡറി വേവ്ലെറ്റ്സിൻ്റെ സ്പീഡും ദാറ്റ് ട്രാവൽസ് വിത്ത് ദ സെയിം സ്പീഡ് ആസ് പ്രൈമറി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വരച്ചിട്ടുണ്ട് AB എന്നുള്ള വേവ് ഫ്രണ്ടിൽ ഒരുപാട് പോയിന്റുകൾ ഇട്ടിട്ട് ഓരോ പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും, സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്സ് വരയ്ക്കും. ഓക്കെ, സ്ഫെറിക്കൽ ഷേപ്പിലാണ് പിന്നെ എക്സ്പാൻഡ് ചെയ്യുക, കാരണം യൂണിഫോം വെലോസിറ്റിയാണ് എല്ലാ ഡയറക്ഷനിലും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഫിയേഴ്സ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം എൻവലപ്പ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ്സ് എ ബിഗർ സ്ഫിയർ. യു ക്യാൻ സീ ദാറ്റ്. ഓക്കെ, അപ്പോൾ ആ സ്ഫെറിക്കൽ ഷേപ്പ് വലുതായി പോവാണ് ബേസിക്കലി ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫ്രെനൽ ഹൈഗൻസ് പ്രിൻസിപ്പിൾ പറഞ്ഞത് സെക്കൻഡറി വേവ്ലെറ്റ്സ് അത് മ്യൂച്വലി ഇൻ്റർഫിയർ ചെയ്തിട്ട് റിസൾട്ടൻ്റ് ആണ് നമുക്ക് കിട്ടുക.
ഇതാണ് നമ്മൾ ഈ ഡൈഫ്രാക്ഷൻ്റെ എല്ലാ കേസിലും നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഒരു സിംഗിൾ സ്ലിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സിംഗിൾ സ്ലിറ്റിലെ എല്ലാ പോയിന്റും ദാറ്റ് വിൽ ആക്ട് ആസ് സെക്കൻഡറി സോഴ്സ്. എന്നിട്ട് ആ എല്ലാ പോയിന്റിൽ നിന്നുള്ള ലൈറ്റിൻ്റെ ടോട്ടൽ ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ എന്താ പറയുക സൂപ്പർ പൊസിഷൻ, എല്ലാ വേവിൻ്റെയും സൂപ്പർ പൊസിഷൻ നമ്മൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ സൂപ്പർ പൊസിഷൻ വെച്ചിട്ടാണ് അതിൻ്റെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി, ആ പോയിന്റിൽ എന്തായിരിക്കും ഇൻറ്റൻസിറ്റി എന്ന് നമ്മൾ കണ്ടുപിടിച്ചത്. സോ ഡൈഫ്രാക്ഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ വന്നിട്ട് ഹൈഗൻസ്-ഫ്രെനൽ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, സോ ഓക്കെ, now we will go to the next slide. ഓക്കെ, ഇനി ഫ്രെനൽ ബേസിക്കലി എന്താ ചെയ്ത് വെച്ചാൽ he has a construction of half period zones. Okay, half period zones എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് you consider a plane wavefront ABCD. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് എന്ന് വിചാരിക്കുക. ഞാനിവിടെ ഫിഗറിൽ വരച്ചിട്ടുണ്ട് ABCD എന്ന് പറയുന്നൊരു, ഇപ്പോൾ ലെഫ്റ്റിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ആ ഡയറക്ഷൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അറ്റ് എ പർട്ടിക്കുലർ ടൈം. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ABCD. അപ്പോൾ പാരലൽ ബീം ഓഫ് ലൈറ്റിൻ്റെ ഒരു പെർപെൻഡിക്കുലർ ക്രോസ് സെക്ഷനാണ് ABCD. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള ആ വേവ് റീച്ച് ചെയ്ത പൊസിഷനാണെന്ന് വിചാരിക്കുക. സോ ദാറ്റ് ഈസ് വേവ് ഫ്രണ്ട്. സോ ദാറ്റ് ഈസ് ബേസിക്കലി പ്ലെയിൻ. ഓക്കെ, അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്ന സോഴ്സിന് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കും. ആ സ്ഫിയറിൻ്റെ ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ സ്ഫെറിക്കലായിരിക്കും അതിൻ്റെ വേവ് ഫ്രണ്ട് വരിക. അപ്പോൾ അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ റേഡിയസ് ഇൻഫിനിറ്റി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ദാറ്റ് വിൽ ബി ആക്ട് ആസ് എ പ്ലെയിൻ വേവ് ഫ്രണ്ട്. ഇതാണ് ബേസിക്കലി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് കൺസിഡർ ചെയ്യുക, പ്ലെയിൻ വേവ് ഫ്രണ്ട് ABCD. ഓക്കെ, അത് കൺസിഡർ ചെയ്തിട്ട് അപ്പോൾ അവിടുത്തെ എല്ലാം ഫേസ് സെയിം ആയിരിക്കും. ആ പ്ലെയിനിലുള്ള എല്ലാ വേവ്സിൻ്റെയും ഫേസ് സെയിം ആയിരിക്കും. ഓക്കെ, ഇനി എനിക്ക് P എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഓക്കെ, P എന്ന് പറയുന്ന ഒരു പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വാട്ട് വിൽ ബി ദ ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിന്റ് P which is at a perpendicular distance B from the wave front. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് ഉണ്ട് ABCD. അപ്പോൾ P എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. ഇനി P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഞാൻ ഈ ABCDയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഓക്കെ, സോ ബേസിക്കലി ഈ ലൈറ്റ് കുറച്ചും കൂടിയും കടന്നു പോയിട്ടുള്ള ഒരു പൊസിഷനാണ് P, ആക്സിയൽ ഡയറക്ഷനിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ P എന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു ഈ പ്ലെയിൻ, ഈ ABCD എന്ന് പറയുന്ന വേവ് ഫ്രണ്ടിലേക്ക്. അത് O എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അപ്പോൾ OP, ദ ഡിസ്റ്റൻസ് OP, അതായത് ഈ വേവ് ഫ്രണ്ടിൽ നിന്ന് P എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് B. ഓക്കെ, അപ്പോൾ ഞാൻ Pയിൽ നിന്ന് B റേഡിയസ് ഉള്ളൊരു സ്ഫിയർ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എവിടെ ടച്ച് ചെയ്യും? P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് B എന്ന് പറയുന്ന റേഡിയസ് വെച്ചിട്ട് ഒരു സ്ഫിയർ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ ദാറ്റ് വിൽ ജസ്റ്റ് ടച്ച് ദ പോയിന്റ് O എന്ന് പറയുന്ന പോയിന്റിൽ ജസ്റ്റ് ടച്ച് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ആ പ്ലെയിൻ ABCD എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി എ ടാൻജൻഷ്യൽ ടു ദ സ്ഫിയർ. ആ സ്ഫിയറിൽ ജസ്റ്റ് ടച്ച് ചെയ്ത മാതിരി ഉണ്ടാവും. ഓക്കെ, നൗ ഐ ഡ്രോ അനദർ സ്ഫിയർ, എ ബിഗർ സ്ഫിയർ with a radius B plus lambda by 2. B plus lambda by 2 എന്ന് പറയുന്ന ഞാനിവിടെ രണ്ടാമത്തെ ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ആ ഡോട്ടഡ് ലൈനിൻ്റെ മേലെ വേറെ ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് B plus lambda by 2. അപ്പോൾ ആ റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അത് ഈ പ്ലെയിനും കടന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ടാവും അതിൻ്റെ ബാക്ക് സൈഡിലേക്ക്. അല്ലെങ്കിൽ ആ സ്ഫിയർ ഈ പ്ലെയിനിനെ കട്ട് ചെയ്യും. അലോങ് എ സ്ഫിയർ, ഒരു നടുക്ക് വരച്ചിരിക്കുന്ന ഒരു സ്ഫിയർ ഷേപ്പിൽ ഈ പ്ലെയിനിനെ കട്ട് ചെയ്യും. സോ ആ സ്ഫിയർ ഷേപ്പ് അല്ല, ആ സ്ഫിയർ വന്നിട്ട് സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ Pന്ന് B plus lambda by 2 റേഡിയസ് ഉള്ളൊരു സ്ഫിയർ ഞാൻ വരച്ചു P സെൻറ്റർ ആയിട്ട്. അപ്പോൾ അത് ആ പ്ലെയിനിൽ നിന്ന് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്ലെയിനിനെ എങ്ങനെ കട്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്യും.
ആ ഏറ്റവും ഇന്നർ സർക്കിൾ വരച്ചിരിക്കുന്നത്, ആ പ്ലെയിനിൽ വരച്ച ഏറ്റവും ഇന്നർ സർക്കിളാണത്. ഓക്കെ, സോ അതിൻ്റെ റേഡിയസിനെ ഞാൻ OM1 എന്ന് മാർക്ക് ചെയ്തു. ഫിഗറിൽ അത്ര ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് M1, M2, M3, M4 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ അത് മൈൻഡിൽ വയ്ക്കുക. സോ OM1 എന്ന് പറയുന്ന റേഡിയസ് ആയിട്ടുള്ള ഒരു സ്ഫിയറിൽ ഇത് കട്ട് ചെയ്യും. ഓക്കെ, ഞാൻ ഇനി P സെൻറ്ററായിട്ട് വേറൊരു റേഡിയസ് B+2 λ/2 റേഡിയസിലുള്ള വേറൊരു സ്ഫിയർ വരച്ചു, കുറച്ചും കൂടി ലാർജർ സ്ഫിയർ. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്യുന്ന സർക്കിൾ എന്ന് പറയുന്നത് കുറച്ചും കൂടിയും വലിയ സർക്കിളായിരിക്കും, രണ്ടാമത്തെ സർക്കിൾ. അപ്പോൾ അതിൻ്റെ റേഡിയസിന് ഞാൻ OM2 എന്ന് ഞാൻ വിളിച്ചു. അതുപോലെ ഞാൻ പല പല സ്ഫിയർ കൺസിഡർ ചെയ്തു. അപ്പോൾ ഓരോന്നിൻ്റെയും റേഡിയസ് എന്ന് പറയുന്നത് ആദ്യം B ആയിരുന്നു, B+ λ/2, B+2 λ/2, B+3 λ/2, എക്സെട്ര B+n λ/2. അങ്ങനെ റേഡിയസ് പല പല റേഡിയസ് ഉള്ള സ്ഫിയറുകൾ കട്ട് ചെയ്തു. ഓക്കെ, വേർ ലാംഡ ഇസ് വേവ് ലെങ്ത്. അങ്ങനെ കട്ട് ചെയ്തപ്പോൾ ബിഗർ സ്ഫിയറുകളായിരിക്കും. അപ്പോൾ ബിഗർ സർക്കിൾസ് ഈ പ്ലെയിനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും, കട്ട് ചെയ്യും ആ സ്ഫിയർ. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെ റേഡിയസ് OM1, OM2, OM3, OM4 അങ്ങനെ പോകും, വലുതായി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കുക, ഇപ്പോൾ ഇത് ഓരോ സോൺസ് ആയിട്ട് തിരിച്ചു. നടുക്കൊരു സോൺ, ദെൻ അതിൻ്റെ അപ്പുറത്ത് വേറൊരു സോൺ, അതിൻ്റെ അപ്പുറത്ത് വേറൊരു സോൺ, ഏരിയാസ് ആനുലർ ഏരിയാസ് ആക്കി ഞാൻ മാറ്റി. ഓക്കെ, അപ്പോൾ ഈ തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് ആനുലർ ഏരിയ, അവിടുന്ന് വരുന്ന ലൈറ്റുകൾ, ഓക്കെ, ലൈറ്റുകൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്തായിരിക്കും? പാത്ത് ഡിഫറൻസ് എപ്പോഴും λ/2 ആയിരിക്കും Pയിൽ. ഓക്കെ, അപ്പോൾ രണ്ട് ആനുലർ റീജിയൻ എന്ന്, തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് ആനുലർ റീജിയൻ എന്ന് Pയിലേക്ക് നമ്മൾ ലൈറ്റ് റേ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് റേസ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് λ/2 ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് π ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്, അതായത് π എന്ന് പറയുന്നത് ഹാഫ് പീരീഡ്, ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ 2π ആണ്. വൺ കംപ്ലീറ്റ് പീരീഡ് ഈസ് 2π. സോ π എന്ന് പറയുന്നത് ഹാഫ് പീരീഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹാഫ് പീരീഡ് സോൺസ് എന്ന് വിളിക്കുന്നത്. ഫ്രണൽ ഹാഫ് പീരീഡ് സോൺസ് എന്ന് വിളിക്കാൻ കാരണം അതാണ്. ബിക്കോസ് അത് തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് π ആയിരിക്കും, അല്ലെങ്കിൽ പകുതി പീരീഡ് മാത്രം, 2π ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കൺസ്ട്രക്ഷൻ, ഇതിനെയാണ് നമ്മൾ ഫ്രണൽ ഹാഫ് പീരീഡ് സോൺ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി വിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഫിഗർ എന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വരച്ചു. ഓക്കെ, സോ ഇത് ആൾമോസ്റ്റ് ലൈക്ക് എ സൈഡ് വ്യൂ, ഒരു ചെരിഞ്ഞിട്ടുള്ള വ്യൂ ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഫിഗർ. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട്, ലൈറ്റ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഡയറക്ഷനാണ് ആരോ മാർക്ക് വെച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള വേവ് ഫ്രണ്ടാണ് ABCD. ഓക്കെ, ദെൻ P എന്ന് പറയുന്നത് കുറച്ചും കൂടി ഫ്രണ്ടിലുള്ളൊരു പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനത്തെ സോൺസ് ഒക്കെ കൺസിഡർ ചെയ്തു. P എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് അറ്റ് എ ഡിസ്റ്റൻസ് B ഫ്രം ദ വേവ് ഫ്രണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ B+ λ/2, B+2 λ/2, B+3 λ/2 അങ്ങനെയൊക്കെ വെച്ചിട്ട് ഡിസ്റ്റൻസ് ഉള്ള സോണുകൾ ഉണ്ടാക്കി. അപ്പോൾ ഓരോ സോണിൽ നിന്നും വരുന്ന ലൈറ്റ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എന്തായിരിക്കും? ഹാഫ് പീരീഡ് ആയിരിക്കും. അതാണ് ഹാഫ് പീരീഡ് സോൺ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇത് നേരെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വ്യൂ. ഓക്കെ, വ്യൂ ഒന്ന് കുറച്ച് മാറ്റി. അപ്പോൾ ഞാൻ അവിടെ സർക്കിൾസ് കാണാനില്ല, ഒരു സ്ട്രേറ്റ് ലൈൻ മാത്രമാക്കി മാറ്റി. സോ ദീസ് വിൽ ബി ബേസിക്കലി ദ ഡയഗണൽസ്. M1 പ്രൈം എന്ന് പറയുന്നത് ഡയഗണൽ ഓഫ് ഫസ്റ്റ് സർക്കിൾ, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ എന്ന് പറയാം. ദെൻ M2 പ്രൈം എന്ന് പറയുന്നത് ഡയഗണൽ ഓഫ് ദ സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ. M3 പ്രൈം എന്ന് പറയുന്നത് ഡയഗണൽ ഓഫ് ദ തേർഡ് ഹാഫ് പീരീഡ് സോൺ. ഓക്കെ, ദെൻ ദ ഡിസ്റ്റൻസ് OP എന്ന് പറയുന്നത്, ആ P എന്ന് പറയുന്ന പോയിന്റും വേവ് ഫ്രണ്ടും തമ്മിലുള്ള ദൂരം, ദാറ്റ് ഇസ് B. ദെൻ PM1 ഈക്വൽ ടു B+ λ/2, PM2 ഈക്വൽ ടു B+2 λ/2, എക്സെട്ര. അങ്ങനെ M പോയിന്റുകൾ ഉണ്ടെങ്കിൽ B+m λ/2 വരും. ഓക്കെ, സോ ഇതൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് we will find out the radius of Fresnel half period zone.
അപ്പോൾ പല ഹാഫ് പീരീഡ് സോണുകളായിട്ട് പറഞ്ഞു. ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ, സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ, തേർഡ് ഹാഫ് പീരീഡ് സോൺ, അങ്ങനെ. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ റേഡിയസുകൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ താഴെ വേറെ ഫിഗർ വരച്ചിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മൾ എന്താ പറയുക, ആ വേവ് ഫ്രണ്ടിന് നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വേവ് ഫ്രണ്ടിൻ്റെ നമ്മൾ ഇമാജിൻ ചെയ്തിരിക്കുന്ന ഹാഫ് പീരീഡ് സോണിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സർക്കുലർ ആയിരിക്കും. അതിൻ്റെ ഏറ്റവും ഉള്ളിലൊരു കംപ്ലീറ്റ് സർക്കിൾ, അതിനെ നമ്മൾ വിളിക്കും ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ. അതിൻ്റെ റേഡിയസ് OM1 ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഒരു ആനുലർ റീജിയൻ ആണ് 2 എന്ന് പറയുന്നത്. പിന്നെയൊക്കെ ആനുലർ റീജിയൻസ് ആയിരിക്കും, ഒരു ഏരിയ. ഓക്കെ, ഒരു എന്താ പറയുക, റിംഗ് ഷേപ്പ്, ആനുലർ റീജിയൻ. ഈ ആനുലർ റീജിയൻ്റെ അതിനെ നമ്മൾ വിളിക്കും സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ. ദെൻ മൂന്നാമത്തെ ആനുലർ റീജിയൻ തേർഡ് ഹാഫ് പീരീഡ് സോൺ. ദെൻ ഫോർത്ത് ആനുലർ റീജിയൻ എന്ന് പറയുന്നത് എന്താ പറയുക, ഫോർത്ത് ഹാഫ് പീരീഡ് സോൺ. അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ റേഡിയസ്, അതായത് OM1, OM2, OM3, OM4 ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഫിഗർ നോക്കിയാൽ മതി. വെറും നമ്മുടെ പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് കിട്ടും, OM1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അതേ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ. സോ OM1 ഈക്വൽ ടു എന്താ പറയുക, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഏതാ അടുത്ത സൈഡിൻ്റെ സ്ക്വയർ. അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ OM1 കിട്ടും. ഓക്കെ, ബേസിക്കലി OM1 സ്ക്വയർ പ്ലസ് OP സ്ക്വയർ ഈക്വൽ ടു M1P സ്ക്വയർ. ഓക്കെ, സോ അപ്പോൾ OM1 ഈക്വൽ ടു റൂട്ട് ഓഫ് M1P സ്ക്വയർ മൈനസ് OP സ്ക്വയർ. M1P സ്ക്വയർ എന്ന് പറയുന്നത് B പ്ലസ് λ/2 അതിൻ്റെ സ്ക്വയർ മൈനസ് B സ്ക്വയർ. അതിൻ്റെ മൊത്തം ഒരു റൂട്ട്, ഹോൾ പവർ ഹാഫ് എന്ന് പറഞ്ഞ റൂട്ട്. ഓക്കെ, അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് A പ്ലസ് B ഹോൾ സ്ക്വയർ. സോ A സ്ക്വയർ എന്ന് പറയുന്നത് B സ്ക്വയർ അല്ലേ, ഫൈൻ, കൺഫ്യൂഷൻ ആവണ്ട. സോ B സ്ക്വയർ മൈനസ് B സ്ക്വയർ ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ ഒരു 2 ഇൻറ്റു B ഇൻറ്റു λ/2 B ലാംഡ അങ്ങനെ ടേം വരും. ഓക്കെ, ദെൻ പ്ലസ് അനദർ ടേം ദാറ്റ് ഈസ് λ²/4 ടേം വരും. ഓക്കെ, സോ ബേസിക്കലി കമ്പയർഡ് ടു ലാംഡ, വേവ് ലെങ്ത്തിന് കമ്പയർ ചെയ്യുമ്പോൾ B എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ലാർജ്. B എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ആ വേവ് ഫ്രണ്ട് എന്ന് P എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. സോ അതെന്ന് പറയുന്നത് വേവ് ലെങ്ത് വളരെ ചെറുതായിരിക്കും, നാനോമീറ്റർ റേഞ്ചിലാണ്. ലാംഡ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 500 നാനോമീറ്റർ അല്ലെങ്കിൽ 600 നാനോമീറ്റർ. B എന്ന് പറയുന്നത് സെന്റിമീറ്റർ അല്ലെങ്കിൽ ആ സെന്റിമീറ്റർ റേഞ്ചിലായിരിക്കും നമ്മൾ ഡിസ്റ്റൻസ് ഒക്കെ എടുക്കുക സാധാരണ ഒരു എക്സ്പെരിമെന്റിന്റെ കേസിൽ. സോ ആസ് കമ്പയർഡ് ടു B, ലാംഡ ഈസ് വെരി സ്മോൾ. അപ്പോൾ ലാംഡ സ്ക്വയർ എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ചെറുതായിരിക്കും. അപ്പോൾ അത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. സോ അപ്രോക്സിമേറ്റ്ലി ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, റൂട്ട് ഓഫ് B ലാംഡ എന്ന് എഴുതാൻ പറ്റും. സോ ദിസ് ഇസ് ദ റേഡിയസ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ. ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിന്റെ റേഡിയസ് നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് ഹാഫ് പീരീഡ് സോണിന്റെ റേഡിയസ് കണ്ടുപിടിക്കാം. അതും സെയിം പൈതഗോറസ് തിയറം വെച്ച് അപ്ലൈ ചെയ്താൽ കിട്ടും. അപ്പോൾ അവിടെ എന്ത് കിട്ടും, B പ്ലസ് 2 λ/2 ഹോൾ സ്ക്വയർ മൈനസ് B സ്ക്വയർ അതിൻ്റെ റൂട്ട്. അപ്പോൾ അവിടെയും λ⁴ എന്നുള്ളത് നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ OM2 എന്ന് പറയുന്ന റേഡിയസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2B ലാംഡ ആയിരിക്കും. ഇനി OM3 എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 3B ലാംഡ ആയിരിക്കും. കണ്ടുപിടിച്ചാൽ മതി, കൺഫ്യൂഷൻ ഒന്നുമില്ല. ഓർ ഇൻ ജനറൽ OMN, nth ഹാഫ് പീരീഡ് സോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി റൂട്ട് ഓഫ് NB ലാംഡ. സോ ബേസിക്കലി ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാംഡ ഫിക്സഡ് ആയിരിക്കും. അത് ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഡിസ്റ്റൻസും മിക്കവാറും നമ്മൾ ഫിക്സഡ് ആക്കി വെക്കും. സോ ബേസിക്കലി റേഡിയസ് ഓഫ് ഹാഫ് പീരീഡ് സോൺസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താ പറയുക, ഇൻറ്റിജേഴ്സ് 1, 2, 3, 4 അതിൻ്റെയൊക്കെ റൂട്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, സോ R ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് 1, റൂട്ട് 2, റൂട്ട് 3, റൂട്ട് 4 അങ്ങനെ പോകും. അപ്പോൾ റേഡിയസ് ഓഫ് ഹാഫ് പീരീഡ് സോൺ എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സിൻ്റെ റൂട്ടിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇൻറ്റു ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടറേ ഉള്ളൂ, ദാറ്റ് ഈസ് റൂട്ട് B ലാംഡ എന്ന് പറയുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ. അത് മിക്കവാറും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, സോ ദീസ് ആർ ആൾ അബൌട്ട് ഹാഫ് പീരീഡ് സോൺസ് ആൻഡ് റേഡിയസ് ഓഫ് ഹാഫ് പീരീഡ് സോൺ. അപ്പോൾ നമ്മൾ
ഓരോ ഹാഫ് പീരീഡ് സോണിൻ്റെയും റേഡിയസ് കണ്ടുപിടിച്ചു. നൗ we will calculate the area of Fresnel half period zones. Okay, ഓരോ ഹാഫ് പീരീഡ് സോണിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ മാത്രമേ കംപ്ലീറ്റ് സർക്കിൾ ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ആനുലർ റീജിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഹാഫ് പീരീഡ് സോണിൻ്റെ ഏരിയ അതിന് ഞാൻ A1 എന്ന് വിളിച്ചു. സോ A1 സിമ്പിളാണ്, പൈ ആർ സ്ക്വയർ. സോ പൈ R1 സ്ക്വയർ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. So that is equal to pi lambda b, first half period zone area. ഇനി സെക്കൻഡ് ഹാഫ് പീരീഡ് സോണിൻ്റെ ഏരിയ കിട്ടണമെങ്കിൽ ആനുലർ റീജിയൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഔട്ടർ സർക്കിളിൻ്റെ ഏരിയ മൈനസ് ഇന്നർ സർക്കിളിൻ്റെ ഏരിയ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആനുലർ റീജിയനിലുള്ള ഏരിയ കിട്ടും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പൈ ഇൻറ്റു സെക്കൻഡ് റേഡിയസിൻ്റെ സ്ക്വയർ മൈനസ് ഫസ്റ്റ് റേഡിയസിൻ്റെ സ്ക്വയർ. സോ 2 ലാംഡ ബി മൈനസ് ലാംഡ ബി. സോ ലാംഡ ബി ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ലാംഡ ബി. സോ ഇവിടെ നോക്കുക, A1 ഉം A2 സെയിം ആണ്. അതുപോലെ ഇൻ ജനറൽ അപ്പോൾ AN ഏരിയ ഓഫ് nth ഹാഫ് പീരീഡ് സോൺ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ RN സ്ക്വയർ മൈനസ് പൈ RN മൈനസ് 1 സ്ക്വയർ. അപ്പോൾ അവിടെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈ ഇൻറ്റു എൻ ലാംഡ ബി മൈനസ് എൻ മൈനസ് 1 ലാംഡ ബൈ ബി ലാംഡ ബി. അപ്പോൾ അതും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? പൈ ലാംഡ ബി. സോ അപ്പോൾ ഏത് ഹാഫ് പീരീഡ് സോണിൻ്റെ ഏരിയ എടുത്താലും ആൾ വിൽ ബി സെയിം. ഓക്കെ, സോ ആനുലർ റിങ്സിൻ്റെ ഈ ഹാഫ് പീരീഡ് സോൺസിൻ്റെ ഏരിയ ഏത് സോൺ എടുത്താലും ദാറ്റ് വിൽ ബി സെയിം ഏരിയ. Okay, right. Now that adu vechittu, so we are going to calculate what will be the amplitude at the point P due to these half period zones. Okay, അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റിലുള്ള റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, ലൈറ്റിൻ്റെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഫൗണ്ട് ദാറ്റ് the amplitude at P is directly proportional to the area of the zone. Okay, അപ്പോൾ P എന്ന് പറയുന്ന പോയിന്റിലുള്ള ലൈറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് that is directly proportional to the area of the zone. പക്ഷേ ഞാൻ പറഞ്ഞു ഈ ഹാഫ് പീരീഡ് സോണിലെ എല്ലാ സോണിൻ്റെയും ഏരിയ സെയിം ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് the amplitude is inversely proportional to the distance of the zone to P. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കൂടുന്തോറും കുറഞ്ഞു വരും. സോ ബേസിക്കലി ഇവിടുന്ന് ഈ ഓർഡർ കൂടുന്തോറും സോണിൻ്റെ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ, സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ n കൂടുന്തോറും ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. ഓക്കെ, ബിക്കോസ് അവിടെ ഡിസ്റ്റൻസ് കൂടി വരുന്നുണ്ട്. ആ സോൺ ഒന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടി വരുന്നുണ്ട്. ഒന്ന് ബി ആയിരുന്നു, മറ്റേത് B+ λ/2 ആയിരുന്നു, അടുത്ത് B+2 λ/2 ആയിരുന്നു, അടുത്ത് B+3 λ/2 ആണ്. അങ്ങനെ കൂടി ഡിസ്റ്റൻസ് കൂടി വരുന്നുണ്ട്. സോ ഡിസ്റ്റൻസ് കൂടി വരുമ്പോൾ എന്താ പറയുക, ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇൻക്ലിനേഷൻ ഫാക്ടർ. ചെറിയ പുറത്തേക്ക് പോകുന്നതോറും ഇൻക്ലിനേഷൻ ഫാക്ടർ കൂടി വരും. ഓക്കെ, അപ്പോൾ ആ ഇൻക്ലിനേഷൻ ഫാക്ടറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇൻക്ലിനേഷൻ ഫാക്ടർ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ ആണ്. സോ അതെന്താണെന്ന് തൽക്കാലം നമ്മൾ ഇപ്പോൾ പറയുന്നില്ല. ഓക്കെ, സോ ദീസ് ആർ ദ ഫൈൻഡിങ്സ്. ഓക്കെ, ആൻഡ് വിത്ത് ദാറ്റ് വി ആർ ഗോയിങ് ടു അനലൈസ്. ഓക്കെ, ഡയറക്ട്ലി ഇൻക്ലിനേഷൻ ഫാക്ടറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു പല ഹാഫ് പീരീഡ് സോണുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ കൊണ്ടുണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡിനെ ഞാൻ U1 എന്ന് വിളിച്ചു. സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ കൊണ്ടുണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡിനെ ഞാൻ U2 എന്ന് വിളിച്ചു. അങ്ങനെ പോയിട്ട് nth ഹാഫ് പീരീഡ് സോൺ കൊണ്ടുണ്ടാവുന്ന ആംപ്ലിറ്റ്യൂഡിനെ ഞാൻ UN എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ വെച്ചിട്ട് എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും U1 വിൽ ബി ഗ്രേറ്റർ ദാൻ U2 വിൽ ബി ഗ്രേറ്റർ ദാൻ U3 എക്സെട്ര.
അപ്പോൾ ഏറ്റവും കൂടുതൽ ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് പീരീഡ് സോൺ, അതും കഴിഞ്ഞിട്ട് തേർഡ് ഹാഫ് പീരീഡ് സോൺ. ഓക്കെ, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് അവിടെ നിങ്ങൾ കുറഞ്ഞ് വരും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഫൈൻഡിങ്. ദെൻ അടുത്ത ഫൈൻഡിങ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫ് പീരീഡ് സോണിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അതുകൊണ്ട് ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ദ ആവറേജ് ഓഫ് അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് ഹാഫ് പീരീഡ് സോണിൻ്റെയും ആവറേജ് ആയിരിക്കും. ദാറ്റ് ഈസ് U2 ഈക്വൽ ടു U1 പ്ലസ് U3/2. അതുപോലെ U3 ഈക്വൽ ടു U2 പ്ലസ് U4/2. അങ്ങനെ എഴുതാൻ പറ്റും. Okay, so these are the findings, and with that okay, അപ്പോൾ ഞാൻ P എന്ന് പറയുന്ന പോയിന്റിലുള്ള റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, സോ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഈസ് ഗിവൺ ബൈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ചെയ്താൽ മതി. നമ്മളെല്ലാത്തിലും പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ resultant amplitude U is given by U1 minus U2 plus U3 minus U4 etc. അത് പറയാൻ കാരണം ഒരു ആൾട്ടർനേറ്റീവ് നെഗറ്റീവ് വരാൻ കാരണം ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണും സെക്കൻഡ് ഹാഫ് പീരീഡ് സോണും തമ്മിലൊരു ഫേസ് ഡിഫറൻസ് പൈ ഉണ്ടായിരിക്കും. നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അതാണ് നമ്മൾ ഹാഫ് പീരീഡ് സോണിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ദെൻ അടുത്തത് പോസിറ്റീവ് ആവും, പിന്നെ അടുത്തത് നെഗറ്റീവ് ആവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം ദാറ്റ് വിൽ ബി ഈക്വൽ ടു പ്ലസ് UN ഇഫ് N ഈസ് ഓഡ്. N ഓഡ് ആണെങ്കിൽ ലാസ്റ്റ് ടേം പ്ലസ് ആയിരിക്കും, N ഈവൻ ആണെങ്കിൽ ലാസ്റ്റ് ടേം മൈനസ് ആയിരിക്കും, മൈനസ് UN ആയിരിക്കും. എത്ര ഹാഫ് പീരീഡ് സോൺ നമ്മൾ ആ വേവ് ഫ്രണ്ടിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നതനുസരിച്ചാണ് ഈ പ്ലസ് മൈനസ് എന്നുള്ളത് വരിക, ഓഡ് ഈവൻ എന്നുള്ളത് വരിക. ഓക്കെ, എന്തായാലും ലാസ്റ്റ് ഒരു ടേം വരും, ഐദർ പ്ലസ് ഓർ മൈനസ്, അങ്ങനെ ടേം വരും. അപ്പോൾ ഞാൻ ഇതിനൊന്ന് കുറച്ചും കൂടി ഒരു സ്മാർട്ടായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ U of P ഈക്വൽ ടു U1/2 പ്ലസ് U1/2. അപ്പോൾ ടോട്ടൽ U1 ആയി. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് സാധനത്തിന് ഞാൻ രണ്ട് ഹാഫ് ആക്കി എഴുതി. U1 പ്ലസ് 2 പ്ലസ് U1 പ്ലസ് 2 മൈനസ് അടുത്ത U2 അങ്ങനെ തന്നെ എഴുതി, പ്ലസ് U3നെ രണ്ട് ഹാഫ് ആക്കി മാറ്റി, U3/2 ഇവിടെ ഒരു U3/2 മൈനസ് U4ന് അതേപോലെ എഴുതി, പ്ലസ് U5/2 പ്ലസ് U5/2 വരും. അങ്ങനെ ബാച്ച് ആക്കിയിട്ട് എഴുതി. ലാസ്റ്റ് ടേം പ്ലസ് ഓർ മൈനസ് UN/2 വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ള ടേം നോക്കുക. ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ള ടേം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു U2 ഈസ് ഈക്വൽ ടു ആവറേജ് ഓഫ് U1 ആൻഡ് U3. ഓക്കെ, സോ അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള ടേം വാനിഷ് ചെയ്തു പോകും. ഈ രണ്ടാമത്തെ ബ്രാക്കറ്റിലുള്ള ടേമും വാനിഷ് ചെയ്തു പോകും. ഓക്കെ, അപ്പം അങ്ങനെ വാനിഷ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് കിട്ടുക ഈ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് U1/2, ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഐദർ പ്ലസ് UN/2 അല്ലെങ്കിൽ മൈനസ് UN/2. ഓക്കെ, സോ ഇതായിരിക്കും റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ്. ഇനി വേറെ കാര്യം കൂടി നോക്കാം. ഞാൻ പറഞ്ഞു U1 ഈസ് ഗ്രേറ്റർ ദാൻ U2 ഈസ് ഗ്രേറ്റർ ദാൻ U3, അങ്ങനെ പോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻറ്റൻസിറ്റി U1 ആണ്, ഇൻറ്റൻസിറ്റി അല്ല ആംപ്ലിറ്റ്യൂഡ്. അത് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് അപ്പോൾ N വളരെ വലുതാണെന്നുണ്ടെങ്കിൽ ആസ് കമ്പയർഡ് ടു ദ ഫസ്റ്റ് സോൺ, ലാസ്റ്റ് സോണിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. സോ ബേസിക്കലി യു ക്യാൻ നെഗ്ലക്ട് ദാറ്റ് ടേം. ഈ ലാസ്റ്റ് ടേം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. So the resultant amplitude at the point P is given by U1/2, where U1 is the amplitude due to the first half period zone. ആ നടുക്കത്തെ സർക്കിൾ മാത്രം, അതിൻ്റെയും പകുതി. ഓക്കെ, സോ ബേസിക്കലി അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ P എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വേറെ ഹാഫ് പീരീഡ് സോൺ ഒന്നും നോക്കണ്ട, ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെ പകുതി മാത്രം എടുത്താൽ മതി. ഓക്കെ, ഓൺലി കോൺട്രിബ്യൂഷൻ ഫ്രം ദ
first half of the first half period zone. ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെ പകുതി കൊണ്ടുള്ള കോൺട്രിബ്യൂഷൻ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വേറെ സൈഡിൽ നിന്ന് വരുന്ന ലൈറ്റൊക്കെ മ്യൂച്വലി ഇൻ്റർഫിയർ ചെയ്തിട്ട് ഡാർക്കായിട്ട് മാറിപ്പോയിക്കോളും. ഓൺലി കോൺട്രിബ്യൂഷൻ ഈസ് ഫ്രം ഹാഫ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ. ഓക്കെ, അല്ലെങ്കിൽ അവിടുത്തെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ആണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഒരു 1/4 ടേം കയറി വരും. അവിടെ ഒരു 1/2 ഉണ്ട്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1/4 ടേം കയറി വരും. സോ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൽ ഉണ്ടാവുന്ന ഇൻറ്റൻസിറ്റിയുടെ 4/1 മാത്രമേ പിയിൽ ഉണ്ടായിരിക്കുള്ളൂ. സോ ദാറ്റ് ഈസ് ദ മീനിങ്. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ എക്സ്പ്ലെയിൻ rectilinear propagation. Okay, rectilinear propagation എന്ന് പറയുന്നത് ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക്കലി ഈ വേവ് ഫ്രണ്ടിൻ്റെ അവിടെ ഞാൻ അവിടെ ഒരു ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചു, അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക, ഒരു ഒപ്പെക് ഒബ്ജക്റ്റ്. ഓക്കെ, ഒരു ഒപ്പെക് ഒബ്ജക്റ്റ് വെക്കുക. സോ ബേസിക്കലി ഒരു ഒബ്ജക്റ്റ് വെച്ചു ആ ലൈറ്റ് വരുന്ന പാത്തിൽ. അതിൻ്റെ സൈസ് ഈ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെ പകുതി സൈസ് ഉണ്ട് വെച്ചാൽ എന്ത് സംഭവിക്കും? ആ പകുതി മാസ്ക് ചെയ്ത് വിചാരിക്കുക. ഞാൻ പറഞ്ഞ ആകെ കോൺട്രിബ്യൂഷൻ ഈ പിയിൽ എന്ന് പറയുന്ന പോയിന്റുള്ള ആകെ കോൺട്രിബ്യൂഷൻ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെ പകുതി കൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പകുതി വരെയുള്ള സൈസുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ തന്നെ പിയിലെ ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 0. ഓക്കെ, സോ ബേസിക്കലി ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. കാരണം ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി ലാംഡ. റൂട്ട് ഓഫ് ബി ലാംഡ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അത് ഇൻറ്റു ബി, അതിൻ്റെ റൂട്ടായിരിക്കും. അപ്പോൾ വളരെ ചെറിയൊരു സാധനമായിരിക്കും. ഓക്കെ, മൈക്രോൺ സൈസ് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെ സൈസ്. അപ്പോൾ ബേസിക്കലി നമ്മൾ വെക്കുന്ന ഒബ്ജക്റ്റുകളൊക്കെ പണ്ടൊക്കെ നോക്കിയിരുന്ന ഒബ്ജക്റ്റുകളൊക്കെ വളരെ ലാർജ് ആയിരുന്നു. ആസ് കമ്പയർഡ് ടു ദിസ് റേഡിയസ്, ദ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി വെരി ലാർജ്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ തന്നെ ക്രോസ് ചെയ്താൽ തന്നെ പീല് ഡാർക്ക് ആയിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും എന്ത് കിട്ടും? ഡാർക്കാണ് കിട്ടുക പൊതുവെ. അപ്പോൾ നമ്മൾ ഈ ഡൈഫ്രാക്ഷൻ എഫക്റ്റ് പണ്ട് അത്ര അധികം ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ വി ബിലീവ്ഡ് ദാറ്റ് this rectilinear propagation is true. Okay, but rectilinear propagation true alla, only എന്താ പറയുക, ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി rectilinear propagation അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ rectilinear propagationും ഡൈഫ്രാക്ഷനും തമ്മിൽ മാച്ച് ചെയ്യില്ല. ഡൈഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ബെൻഡ്സ് അറൗണ്ട് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. എന്തായാലും ദാറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ട്രൂ rectilinear propagation. അപ്പോൾ അത് ഇങ്ങനെ പണ്ടിങ്ങനെ ഒബ്സർവ് ചെയ്യാൻ കാരണം ഇതാണ്. ഈ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെയും വെക്കുന്ന ഒബ്ജക്റ്റുകളൊക്കെ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെ പകുതിനേക്കാൾ വലുതായിരിക്കും എപ്പോഴും. അതുകൊണ്ടാണ് നമ്മൾക്ക് എപ്പോഴും ഒരു പ്രോപ്പർ ഷാഡോ നമ്മൾ പിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ ഫൈൻ. ഓക്കെ, സോ ഇൻ ടുഡേയ്സ് ക്ലാസ് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്രെനൽ ഹാഫ് പീരീഡ് സോൺസ് പറഞ്ഞു. അപ്പോൾ ബേസിക്കലി ഒരു വേവ് ഫ്രണ്ട് വരുന്നുണ്ട്. വേവ് ഫ്രണ്ടിനെ നമ്മളിപ്പോൾ ഒരു ഇമാജിനറി കാൽക്കുലേഷൻസ് ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇമാജിനറി കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലെയിൻ, എവിടെയോ ഒരു പ്ലെയിൻ ഇമാജിൻ ചെയ്തു. ഓക്കെ, ഞാനവിടെ സ്ലിറ്റോ അല്ലെങ്കിൽ അപ്പർച്ചറോ ഒന്നും വെച്ചിട്ടില്ല. ഇറ്റ്സ് ആൻ ഇമാജിനറി പ്ലെയിൻ. ദെൻ ആ പ്ലെയിനിൽ നിന്ന് പല പല സോൺസ് ആയിട്ട് മാറ്റി, ഹാഫ് പീരീഡ് സോൺസ് ആയിട്ട് മാറ്റി. ഇനി ഈ സോൺസ് കൊണ്ട് ഉണ്ടാകുന്ന ഇൻറ്റൻസിറ്റി അറ്റ് പി നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് നമ്മൾ പറഞ്ഞു റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ ഐദർ ട്രൂ ഓർ ഫാൾസ്, അല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റ് ട്രൂ, ഇങ്ങനത്തെ ഒരു കൺക്ലൂഷനിലേക്കൊക്കെ എത്തി. അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ തലതിരിഞ്ഞ് മൂക്ക് പിടിക്കുന്നത്? ഓക്കെ, ഒരു കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇങ്ങനൊരു അനാലിസിസിലേക്ക് വന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തത്. ഓക്കെ, ഇനി എന്തിനാണ് ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്നുള്ളത് ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.